ടാസ്ക് നമ്പർ 8 മുഖമുദ്ര ടാസ്ക്. ഗംഭീര വഴക്കാണ് പ്രമോയിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അവിടെ ജിൻഡോയും അഭിഷേകും തമ്മിലാണ് ഉഗ്രം വഴക്ക് കാണിച്ചിരിക്കുന്നത്. ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് നിർത്തുക എന്നുള്ളത്. ഒരു കയ്യാങ്കളിയിൽ എത്തിയിട്ട് അവിടെ പിടിച്ചു മാറ്റുന്നത് കാണാം. അർജുനും സായും സിജയും എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്ന സീനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒരു കയ്യാങ്കളിക്കുള്ള വകുപ്പുള്ള ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മുദ്ര പതിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുദ്രയുള്ള പതിപ്പിച്ച ആ ബോർഡുകളുള്ള ആൾക്കാർ ഔട്ട് ആവുമായിരിക്കും. അതായിരിക്കണം ടാസ്ക് വരുന്നത്. അപ്പോൾ മുദ്ര പതിപ്പിക്കാതെ ക്ലീൻ ബോർഡായിട്ട് നിൽക്കുന്നവർ അവിടെ സേവ് ആവും. അങ്ങനെ ഏറ്റവും കുറവ് മുദ്രയുള്ള ആൾക്കാരായിരിക്കും അവിടെ 1, 2, 3 അങ്ങനെയായിരിക്കും സ്ഥാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള വ്യക്തി അഭിഷേകാണ്. അഭിഷേകിനെ ആദ്യം പുറത്താക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജിൻഡോ അതിനു വേണ്ടി ശ്രമിച്ചു. ജിൻഡോയുടെ ഗെയിം അതാണല്ലോ. ജിൻഡോ അത് ചെയ്തേ പറ്റൂ. പക്ഷേ അഭിഷേക് അതിന് സമ്മതിക്കുന്നില്ല. ജിൻഡോ അങ്ങോട്ട് കയറി ചെല്ലുന്നു. പിന്നീട് ജിൻഡോ അവിടെ ബോർഡിൽ സീല് പതിപ്പിക്കുന്നുണ്ട്. അഭിഷേക് കയ്യാങ്കളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളി നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വിഷയം അവിടെ നടന്ന് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ ഇപ്പോൾ അറിയേണ്ട ഒരു സമയമായേനെ. ഒരു ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയിൽ അത് എത്തിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും ജിൻഡോയും അഭിഷേകും തമ്മിലാണ് ഒരു കയ്യാങ്കളിയിൽ ഗെയിം അവസാനിച്ചിരിക്കുന്നത്.